കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയിയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. വെള്ളിയാഴ്ചയാണ് സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത്. വിവരങ്ങൾ വിജിത പങ്കുവയ്ക്കും. വിജിത, കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസ് രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയ ഒരു കേസ് തന്നെയാണ്. ഇതിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമോ എന്നതടക്കം നിരീക്ഷിച്ചു വരികയാണ്. എപ്പോഴാണ് ശിക്ഷ വിധിക്കുക? വിവരങ്ങൾ വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിലെ വിധി ഇന്ന് ഉച്ചയോടെ വരും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കൊൽക്കത്തയിലെ സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിർബാൻ ദാസാണ് കേസിൽ വിധി പ്രഖ്യാപിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം കോടതിയിൽ വിധി പറഞ്ഞിരുന്നു. കുറ്റം തെളിഞ്ഞതായി വ്യക്തമായതിനാൽ തന്നെ 25 വർഷത്തിൽ കുറയാത്ത തടവോ ജീവപര്യന്തം തടവോ അതല്ലെങ്കിൽ വധശിക്ഷയോ നൽകാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് പ്രതി ചെയ്തത് എന്നുള്ളൊരു കാര്യവും കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. കൊലപാതകം നടന്ന് 162 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിധി വരുന്നത്. നിർഭയ കേസിന് സമാനമായി തന്നെ പ്രതിക്ക് ശിക്ഷ നൽകണം എന്നുള്ളൊരു കാര്യവും നിർഭയ കേസിന് സമാനമായ രീതിയിൽ തന്നെ പ്രതിക്ക് ശിക്ഷ നൽകണം എന്നുള്ളൊരു കാര്യവും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ കുടുക്കിയതാണ്, പോലീസ് കുടുക്കിയതാണ് എന്നൊരു കാര്യമാണ് ഇതിൽ പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ പ്രതികൾ കാണാമറയത്തുണ്ട് എന്നുള്ള ഒരു കാര്യവും സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനും വ്യക്തമാക്കിയിരുന്നു. ഒരു IPS കാരന് ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പ്രതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം തിങ്കളാഴ്ച കേൾക്കാം എന്നുള്ള കാര്യമാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശാസ്ത്രീയ തെളിവുകളെല്ലാം പ്രതിക്ക് എതിരാണ്, അതുപോലെ തന്നെ ഫോറൻസിക് തെളിവുകളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് വിധി പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒന്നിലധികം പ്രതികൾ ഉണ്ട് എന്നുള്ള മാതാപിതാക്കളുടെ വാദവും അല്ലെങ്കിൽ മാതാപിതാക്കളും അത്തരത്തിലൊരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ CBIയുടെ കേസിലും പ്രതി എന്ന് പറയുന്നത് സഞ്ജയ് റോയ് മാത്രമാണ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ കാരണമാണ് കേസിൽ ഒരാൾ മാത്രം പ്രതിയായതെന്നാണ് BJP ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വിധി വരുമെങ്കിലും രാഷ്ട്രീയ വാദങ്ങളൊന്നും ഇതോടുകൂടി തീരും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. കാരണം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും അവസാനിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. തുടരന്വേഷണം വേണം എന്നുള്ള മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ ആവശ്യം പരിഗണിക്കും. മേൽക്കോടതിയിലേക്ക് ഈ കേസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം രാജ്യത്തെ വളരെയധികം ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു ആർജിക്കർ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ നടന്നത്. വനിതാ ഡോക്ടറുടെ കൊലപാതകം ഒരുപാടധികം പ്രക്ഷോഭങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ രാജ്യത്തെ നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ കൊണ്ടുപോയ ഒരു കേസ് കൂടിയാണ്. 2024 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആശുപത്രി ജീവനക്കാരൻ ജോലി ചെയ്തിരുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതി ആശുപത്രിയുടെ ഭാഗത്ത് അത്യാഹിത വിഭാഗത്തിന്റെ ഭാഗത്തെല്ലാം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിലൂടെ വ്യക്തമായതാണ്. തുടർന്ന് 4 മണിയോടെ സെമിനാർ ഹാളിൽ വിശ്രമിച്ചിരിക്കുന്ന ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ കേസിൽ പോലീസ് അടക്കം വ്യക്തമാക്കിയിരുന്നത്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കിട്ടിയ ഇയർഫോണിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ CCTVയും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സഞ്ജയ് റോയ് തന്നെയാണ് പ്രതി എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് പ്രതിഷേധം ശക്തമായതോടുകൂടി CBIക്ക് കേസ് കൈമാറുകയായിരുന്നു. എന്തായാലും 162 ദിവസത്തിന് ശേഷമാണ് ഈ കേസിൽ ഇന്നൊരു വിധി വരുന്നത്. ഉച്ചയ്ക്ക് 12:30-ക്കാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷമാണ് വിധി വരിക. രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുള്ള ഈ ഒരു കേസിൽ എന്താണ് വിധി, അല്ലെങ്കിൽ പ്രതിക്ക് എത്തരത്തിലുള്ള ശിക്ഷയാണ് നടപ്പാക്കുന്നത്, ഇത്രയും അറ്റകൈക്കുള്ള അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് എന്താണ് കോടതി നൽകുന്ന അവസാന വിധി എന്നുള്ളതാണ് രാജ്യം മൊത്തം ഇന്ന് നോക്കുന്നത്. കുറച്ച് സമയത്തിനകം തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ കേസിലെ വിധി എന്താണെന്ന് നമുക്കും അറിയാൻ കഴിയും. വൃന്ദ. ശരി, വിജിതയാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.